ശങ്കരനജലം കൈലാസം പങ്കജാക്ഷനു തിരുപ്പതി ശങ്കര പങ്കജാക്ഷകുമാരൻ ശാസ്താവിന്മാമല ശബരിമല സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ പരിമളമിയല ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. എല്ലാവർക്കും നമസ്കാരം. പത്മനാഭ മ്യൂസിക്കിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ഒരു നല്ല ഗായകനും ഹാർമോണിസ്റ്റുമായ ശ്രീ തോമസ് ചേട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ എന്തു ചെയ്യൂ നീ. തോമസ് ചേട്ടൻ്റെ വിശേഷങ്ങളും കുറച്ച് സംഗീതവും ഒക്കെ നമുക്കറിയാം. ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള കഷ്ടപ്പാടിനിടയിൽ വീണ് കിട്ടുന്ന വളരെ കുറച്ച് നിമിഷങ്ങളാണ് സംഗീതത്തിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രീ തോമസ് ചേട്ടന് സാധിക്കുന്നത്. തൻ്റെ ഈ പ്രായാധിക്യം ചെന്ന അവസ്ഥയിലും പകലന്തിയോളം ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ തോമസ് ചേട്ടൻ്റെ സംഗീത യാത്രയെക്കുറിച്ച് നമുക്കറിയാം. ശ്രീ തോമസ് ചേട്ടാ, നമസ്കാരം. എത്ര നാളായി ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 വർഷം കഴിഞ്ഞു. ഓ ശരി. എങ്ങനെയുണ്ട് തോമസ് ചേട്ടൻ്റെ ഓട്ടോറിക്ഷ ജീവിതമൊക്കെ? സുഖമായിട്ട് പോകുന്നു, മുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ശ്രീ തോമസ് ചേട്ടന് ഈ സംഗീതമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത്? ഞാൻ രാവിലെ 10-15 മിനിറ്റിൽ ഒരു 20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യും. ആ സമയത്ത് 1-2 പാട്ടുകൾ പാടും, അത്ര തന്നെ. നമ്മൾ പ്രാക്ടീസായിട്ട് എൻ്റെ കൊച്ചു പ്രായത്തിൽ അപ്പച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചിട്ടുള്ള പാഠഭാവങ്ങൾ അത്രയേ ഉള്ളൂ. തുടർന്ന് അപ്പച്ചനെ പഠിപ്പിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചുപോയി. പിന്നെ അതിനുശേഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത്. അപ്പോഴൊന്നും നമുക്കിതൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പോഴാണ് നമുക്ക് അവസരം വന്ന് നമ്മളതിന് കിട്ടുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ എത്ര പ്രയാസത്തിലും നമ്മുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലും നമ്മുടെ ജീവിത പ്രയാസങ്ങളിലും നമ്മളൊന്ന് പാടാനിരുന്നു കഴിഞ്ഞാൽ നമ്മളതെല്ലാം മറന്നു പോകും. എന്ത് കഷ്ടപ്പെട്ട ജോലി ചെയ്തു വന്നാലും കുറച്ച് നേരം സംഗീതമായിട്ടിരിക്കുമ്പോൾ മനസ്സിന് ഒരു വല്ലാത്ത വളരെ സന്തോഷമാണ്. ടെൻഷൻ നീക്കാൻ ഏറ്റവും നല്ലൊരു മരുന്നാണ്. നമ്മുടെ മാനസികമായിട്ട് നമുക്ക് പ്രയാസങ്ങളില്ലാത്തവരാരും ഇല്ലല്ലോ. മിക്കവർക്കും ഓരോ പല രീതിയിലുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ നമ്മളൊരു 2 പാട്ട് പാടും. 2 പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്കത് ശാന്തമായി നമ്മളെ നോർമലാകും. നമുക്ക് നല്ല മനസ്സിനൊരു പ്രത്യേക ഒരു സുഖം കിട്ടും. തോമസ് ചേട്ടന് ഇപ്പോൾ എത്ര വയസ്സായി? ഇപ്പോൾ 70 വയസ്സായി. 70 വയസ്സായി. എന്നിട്ടും ഈ പ്രായത്തിലും തോമസ് ചേട്ടൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ കുടുംബം പോറ്റാൻ. അതിനിടയിലും തോമസ് ചേട്ടൻ ഇത്ര ഭംഗിയായിട്ട് പാട്ട് പാടാനും ഹാർമോണിയം വായിക്കാനും ഒക്കെ കഴിയുന്നത് തന്നെ ഒരു ഈശ്വര കൃപയാണല്ലേ. ഞാൻ തോമസ് ചേട്ടനെ കണ്ടുകൊണ്ടുന്ന ഒരു സന്ദർഭം പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശത്തൊരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലബിലേക്ക് തോമസ് ചേട്ടൻ ഒരു ദിവസം പെട്ടെന്ന് കടന്നു പറയാം. എനിക്ക് തോമസ് ചേട്ടൻ അന്ന് അറിയില്ല. ആരോ പറഞ്ഞു അദ്ദേഹം പാട്ട് പാടുന്ന ആളാണ്, ഒരു പാട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പാടിക്കണം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിനടുത്ത് പാടിക്കൊണ്ടിരിക്കുന്നതിനെ കഴിഞ്ഞ് അടുത്ത ഒരു അവസരം തോമസ് ചേട്ടന് കൊടുക്കുമായിരുന്നു. ഏതോ ഒരു സാധാരണ പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ കണ്ടുള്ളൂ. കാരണം എനിക്ക് പരിചയമില്ലാത്ത ഒരു ഇച്ചിരി പ്രായം ചെന്ന ഒരാള്. അപ്പോൾ ആ ഒരു ബഹുമാനം അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ഏത് പാട്ടാണ് പാടുന്നത് ചോദിച്ചപ്പോൾ വിദ്യാരമാഷ് കൽപ്പാന്ത കാലത്തോളം എന്നൊരു ഗാനമാണ്. പക്ഷെ അദ്ദേഹം പാടിക്കഴിഞ്ഞ് എനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. കാരണം ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ വണ്ടിയൊക്കെ ഓടിച്ച് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് പോയി റെസ്റ്റ് ചെയ്യേണ്ട സമയത്തിന് സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് കയറി വന്ന് പാടിയതാണ്. എന്തോ ഒരു ആത്മാവ്, എന്തോ ഒരു ജീവനുള്ള ഒരു ഗാനമായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്നത്തെ ആ കൽപ്പാന്ത കാലത്തോളം
പ്രേക്ഷകർക്കായി തോമസ് ചേട്ടൻ ഒന്ന് പാടാം. പാടാം. ഓക്കെ. അപ്പൊ നമുക്ക് ഹാർമോണിയം വായിച്ചുകൊണ്ട് തോമസ് ചേട്ടൻ കൽപ്പാന്ത കാലത്തോളം ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലെ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന, കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കുന്ന കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ പാട്ട് തോമസ് ചേട്ടൻ പാടി കേൾക്കുമ്പോൾ, അല്ലേ? ഒരുപാട് പേര് ഇത് പാടി കേട്ടെങ്കിലും തോമസ് ചേട്ടൻ്റെ ആ ഒരു സംഗീതത്തിന് എന്തോ ഒരു മാസ്മരികത എനിക്ക് തോന്നി. നന്ദി, വളരെ നന്ദി. തീർച്ചയായിട്ടും വലിയ ഒരു സംഗീത പാരമ്പര്യമുള്ള ഒരു കുടുംബമാണല്ലേ തോമസ് ചേട്ടൻ്റെ? അതെ, ഞങ്ങള് സഹോദരങ്ങൾ 5 പേരാണ്. അതിൽ മൂത്ത സഹോദരൻ മൃദംഗം പഠിച്ച് ക്ലാസിക്കലായിട്ട് പഠിച്ച് പ്രോഗ്രാമിന് വായിക്കാൻ പോകുമായിരുന്നു. ഓക്കെ. ആ കാലഘട്ടത്തിൽ കഥാപ്രസംഗത്തിനും അതുപോലെ തന്നെ ബാലയ്ക്ക് ഓച്ചിറ മാരുതി നൃത്തകലാനിലയം, മുതുകളം കൃഷ്ണൻകുട്ടി, പിന്നെ അതിരിങ്കൽ വാസുദേവൻ, ഇവരുടെയൊക്കെ കൂടെ വായിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ മണ്ണഞ്ചേരി MA അസീസ്, ഓക്കെ, കാതികൻ, ഇവരുടെയൊക്കെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഇവരുടെ കൂടെ പോകുന്ന ആ കാലഘട്ടത്തിൽ ബാബുരാജ് മാസ്റ്ററൊക്കെ ആയിട്ട് ചേട്ടൻ ആ കാലഘട്ടത്തിൽ കൊച്ചു പ്രായമാണ്, എന്നാലും ഇവരൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് പുള്ളിക്കാരൻ അവരൊക്കെ ആയിട്ട് സംസാരിക്കാനും ബാബുരാജ് മാസ്റ്റർ തബല ചേട്ടനെ കൊണ്ടുവന്ന് വായിപ്പിക്കുമായിരുന്നു. ഓക്കെ. അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മുന്നോട്ട് ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പച്ചൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു, ഹാർമോണിയം പ്ലേ ചെയ്യുമായിരുന്നു, ക്ലാർനെറ്റൊക്കെ വായിക്കുമായിരുന്നു. അപ്പച്ചന് ആ കാലഘട്ടത്തിൽ നല്ലൊരു പാട്ടുകാരനായിരുന്നു. പിന്നെ അമ്മച്ചിക്കും അതുപോലെ തന്നെ അമ്മച്ചിയും ഡാൻസിനൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 5 പേര്. 5 പേര്. 5 പേരും കലാകാരന്മാരാണോ? 5 പേരും കലാകാരന്മാരാണ്. അതിൽ ഒരു ഏറ്റവും ഇളയ അനിയൻ താളമൊക്കെ അടിക്കും, താളം ഋതം എന്തെങ്കിലും ഇടും, അത്രയേ ഉള്ളൂ. ആലപ്പുഴയിലെ പ്രമുഖരായ 2 ആർട്ടിസ്റ്റുകൾ തോമസ് ചേട്ടൻ്റെ സഹോദരന്മാരാണ്. ഒരുപാട് കുട്ടികളുടെ അധ്യാപകനായ ശ്രീ ആലപ്പി രംഗനാഥ്, ആലപ്പി രംഗം മാഷ് എന്ന് ഞങ്ങൾ വിളിക്കും. വളരെ വലിയ ഒരു സംഗീതജ്ഞനാണ് ശ്രീ രംഗം മാഷ്. പിന്നെ ശ്രീ അശോകൻ തബല വായിക്കും. അങ്ങനെ വലിയൊരു കലാകുടുംബമാണ് തോമസ് ചേട്ടൻ്റെ. അനിയൻ പാട്ടൊക്കെ ട്യൂൺ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അനിയൻ ട്യൂൺ ചെയ്ത പാട്ട് ഈശോ വസിക്കും കുടുംബം, അതുപോലെ തന്നെ ഒരു നിമിഷം നിൻ സന്നിധിയിൽ, അതൊക്കെ അനിയൻ പാടിക്കൊണ്ടിരുന്നു. പിന്നെ കമ്പോസ് ചെയ്ത രംഗനാഥ് എന്നുള്ള പേരിൽ പ്രോഗ്രാം നടത്തുമായിരുന്നു. കാടിക്കലായിട്ട് ജേക്കബ് ഫ്രാൻസിസ് എന്നാണ്. ഇപ്പം യേശുദാസിൻ്റെ അക്കാഡമിയിൽ നമ്മുടെ 71 കലാഭവനിൽ ദാസാർ എന്ന കലാഭവൻ്റെ കൺവീനറാണ്. 71 ഞാനും അനിയനും മത്സരത്തിനായിട്ട് പോയി. അനിയൻ മത്സരത്തിൽ ജയിച്ചായിരുന്നു, ലളിതഗാനം മത്സരത്തിൽ. അന്ന് അനിയൻ പാടിയ തുലാവർഷ മികമേ എന്നുള്ള പാട്ടാണ് ലളിതഗാനം പാടിയത്. അതിനുശേഷം ദാസാറിൻ്റെ അക്കാഡമിയിൽ തരംഗനിസരിയിൽ പഠിക്കാനായിട്ട് 76 കാലഘട്ടത്തിൽ അവിടെ പഠിച്ചിരുന്നു. ചുള്ളിക്കൽ ജോയിയുടെ വീട്ടിലായിരുന്നു അന്ന് യേശുദാസ് സാറിൻ്റെ ഗാനമേള. അന്ന് എറണാകുളം സ്റ്റേഡിയം ഗ്രൗണ്ടിൽ അന്ന്
ഗാനമേളയുടെ പ്രാക്ടീസ് നടന്നിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം ഫോർട്ട് കൊച്ചി വീട്ടിലാണ് പോയത്. എനിക്ക് 10-15 വയസ്സ് പ്രായമുള്ളൂ. അപ്പം അനിയന് ഒരു 10-12 വയസ്സ് പ്രായമായിരുന്നു. അപ്പം കലാഭവന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, ദാസാറിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 71 ഇപ്പൊ 76 ഞങ്ങളവിടെ പോകുന്നത്. ഒരു 3-4 വർഷത്തെ ക്യാപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോഴവിടെ ചെന്ന് അവിടുന്ന് കലാഭവനിൽ നിന്ന് ഒരാൾ വന്ന് ചോദിച്ചാൽ, ദാസാറ് മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുന്ന ചോദ്യം ചെയ്തിട്ട് ഒരു അടി കൊടുത്തു അവന്. അപ്പൊ അത് കാരണം ഇവിടെ പോലീസിനെ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ആരെയും കയറ്റി വിടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് ചെന്ന് ദാസാറിനെ കാണുമ്പോൾ കലാഭവന്റെ കാര്യം പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നുടനെ കലാഭവന്റെ കാര്യം ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ അതേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കലാഭവന്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. അപ്പൊ അനിയന്റെ പേര് വരെ നല്ലപോലെ ഓർമ്മയിലുണ്ടായിരുന്നു. ജയിക്കപ്പ് എന്ന് വിളിക്കുകയും ചെയ്തു അനിയനെ. അപ്പൊ അനിയനോട് പറഞ്ഞൊരു പാട്ട് പാടാൻ പറഞ്ഞ് പിന്നെ അങ്ങനെ പാട്ട് പാടി. അപ്പോഴത്തന്നെ അവിടെ വെച്ച് തന്നെ ലെറ്റർ എഴുതി തന്ന അന്നപൂർണേശ്വരി നെല്ലായി കൃഷ്ണമൂർത്തി സാറാണ് അവിടുത്തെ പ്രിൻസിപ്പള്. ഇപ്പൊ ടീച്ചർ അന്നപൂർണേശ്വരി ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവിടെ പഠിച്ചോളാൻ പറഞ്ഞു. ഫീസും ഒന്നും വേണ്ട, അവിടെ പോയി പഠിച്ചോളാം പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി പഠിച്ച്. അപ്പൊ അങ്ങനെ ഒരു വലിയ കലാകുടുംബത്തിൽ നിന്നാണ് തോമസ് ചേട്ടന്റെ വരവ് അല്ലേ? ഞങ്ങൾ സഹോദരങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന, ഞാൻ ഹാർമോണിയം വായിക്കും, ഇളയ അനിയൻ തബല വായിക്കും. ഇപ്പൊ ക്ലാപ്സിൽ വായിച്ചോണ്ടിരിക്കുന്നു. തോമസ് ചേട്ടന്റെ ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനം കഴിക്കുന്നത് പറഞ്ഞു. തോമസ് ചേട്ടന് അതിനു മുമ്പ് എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ എവിടെയെങ്കിലും? ഞാൻ ആലപ്പുഴ നഗരസഭയിൽ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഇവിടെ ആന്റി മസ്കിറ്റോ ഫീൽഡ് വർക്കറായിട്ട് ജോലി ചെയ്ത് സർവീസിൽ നിന്ന് പെൻഷനായിട്ട് ഇപ്പോൾ 10 വർഷമാകുന്നു. 2016 ഞാൻ പെൻഷനായത്. 2026 ഇപ്പോൾ 10 വർഷമായി പെൻഷനായിട്ട്. എത്ര വർഷം ജോലി ചെയ്തു? ഞാൻ 26 വർഷം. ശരി. ഓക്കെ. ജോലി ഉണ്ടായിരുന്നല്ലേ? ഞാൻ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പ് നമ്മൾ കല കൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് തള്ളി നീക്കാൻ വേണ്ടിയിട്ട് അന്ന് നമ്മൾ കലാരംഗത്ത് പ്രവർത്തിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ കൂടുതൽ ഹെൽപ്പ് നമുക്കുണ്ടായിരുന്നത് അമ്മച്ചിയുടെ ഒരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അമ്മച്ചിയാണ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രീതിയിലൊക്കെ ആക്കി തീർത്തത് അമ്മച്ചിയാണ്. അവരെ കഷ്ടപ്പെട്ടാണോ എല്ലാവരും വളർത്തിയത്? തീർച്ചയായിട്ടും അമ്മച്ചി വളരെ കഷ്ടപ്പെട്ട. അപ്പച്ചന് KSRTC-യിലായിരുന്നു ജോലി. അപ്പച്ചൻ സർവീസിലിരിക്കെ മരിച്ചുപോയി. അപ്പം അതിനുശേഷം അമ്മച്ചിയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നോക്കി. കൂടുതൽ പ്രചോദനം? അമ്മച്ചി പ്രചോദനം ഉണ്ടായിരുന്നു. അമ്മച്ചി അതിനു വേണ്ടിയിട്ട് അമ്മച്ചി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ സംഗീതത്തിന് ഞങ്ങളെ ഒരു വഴിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചിട്ടുള്ള അമ്മച്ചിയാണ്. അമ്മച്ചി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? ഇല്ല, അമ്മച്ചി മരിച്ചുപോയി. ഇപ്പൊ മരിച്ചപ്പോ 6 വർഷം കഴിഞ്ഞു. 6 വർഷമായി. അപ്പോ തോമസ് ചേട്ടൻ ഈ ഓട്ടോറിക്ഷ ഒക്കെ ഓടിക്കുമ്പം ഓട്ടത്തിനിടയിലൊക്കെ പാട്ടൊക്കെ മൂളിക്കൊണ്ടാണോ ഓടിക്കുന്നത്? പാട്ട് മൂളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മനസ്സിൽ ഞാൻ പാടും. മനസ്സിൽ ഓടിച്ചോണ്ട് പോകുന്ന സമയത്ത് മനസ്സിൽ മൂളിപ്പാട്ട് പാടും. അതുപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോഴും നമ്മള് അങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ എല്ലാവർക്കും അറിയാം അവർക്കൊക്കെ അറിയാം. എന്നാലും ഇല്ല, അവര് നമ്മള് അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. നമ്മള് പാട്ട് അവര് നമ്മളോട് അറിയാം. എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. എല്ലാവർക്കും വലിയ കാര്യം. എല്ലാവരും വളരെ നമ്മളൊരു സഹോദരനെ പോലെ അവരെല്ലാവരും കാണുന്നത്. റിട്ടയർ ആയി കഴിഞ്ഞാണ് പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയത്. റിട്ടയർമെന്റ് ആയി കഴിഞ്ഞപ്പോൾ ഒരു കാഥികന്റെ കൂടെ ഒക്കെ പോയിരുന്നു അല്ലേ? അത് അതിന് മുൻപ് പോകുമായിരുന്നു. 3-4 വർഷത്തിന് കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മള് ആ കാലഘട്ടത്തില്. പഞ്ചൊന്നും അല്ല, അതില് നമ്മള് നല്ല തിരക്കുള്ള ഭജനയ്ക്ക് പോകുമായിരുന്നു. ഭക്തിഗാനമേള, പിന്നെ അതുപോലെ തന്നെ നമ്മള് കഥാപ്രസംഗത്തിനായിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. കൂടുതലും തോമസ് ചേട്ടൻ പഴയ ഗാനങ്ങളാണ് കൂടുതലും നന്നായിട്ട് പാടുന്നത്. ഒത്തിരി ഗാനങ്ങൾ, ഹൃദയ സരസിലെ, പിന്നെ നമ്മുടെ ഒരു നേരമെങ്കിലും, ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കുറച്ച് ഗാനങ്ങൾ പ്രേക്ഷകർക്കായി തോമസ് ചേട്ടൻ ഒന്ന് പാടും. തോമസ് ചേട്ടന് കൃഷ്ണഭക്തി ഗാനത്തോട് പണ്ടും ഇഷ്ടമാണ്. ഒരു നേരമെങ്കിലും എന്നുള്ള ദാസേട്ടൻ പാടിയ കൃഷ്ണഭക്തി ഗാനം തോമസ് ചേട്ടൻ വളരെ നന്നായി ആലപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹാർമോണിയം വായിച്ചിട്ടുണ്ട്. ഒരു നേരമെങ്കിലും എന്നുള്ള ഗാനം തോമസ് ചേട്ടൻ പ്രേക്ഷകർക്കായി ഒന്ന് പാടാമോ? പാടാം. ഓക്കെ. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ
മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. അകതാരിലാക്കുവാൻ എത്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അകതാരിലാക്കുവാൻ എത്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ഒരു പീലിയെങ്ങാനും കാണും പഴവിടുത്തേ, ഒരു പീലിയെങ്ങാനും കാണും പഴവിടുത്തേ, തിരുമുടി മുന്നിൽ മിന്നിമായും, തിരുമുടി മുന്നിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം. തോമസ് ചേട്ടന്റെ ജീവിതത്തിൽ സംഗീതം എന്തുമാത്രം തോമസ് ചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ട്? വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ സംഗീതത്തിൽ നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഇതുപോലുള്ളൊരു വേദിയിൽ ചോദിച്ചെങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് സന്തോഷം പകർന്നിട്ടുണ്ട്. നമ്മൾ ദേവാലയത്തിൽ തന്നെയാണെങ്കിൽ ഒരു പാട്ട് പാടുമ്പോൾ അറിയാതെ തന്നെ നമ്മൾ അതിലേക്ക് ചേർന്ന് പോവുകയാണ്. കൊയറിലൊക്കെ പാടാറുണ്ടോ? കൊയറിൽ അങ്ങനെ പാടാറില്ല. അന്ന് ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ഇരുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ക്ലിഫ്ലന്റ് ബെർണാഡസ് അച്ഛന് നന്ദിയോടെ നമസ്കാരം. അച്ഛനാണ് എനിക്ക് ആ പള്ളിയിൽ പാടാൻ ഉള്ള ഒരു അവസരം തന്നത്. അച്ഛനാണ് തോമസ് ചേട്ടനിലെ ഗായകനെ കണ്ടെത്തിയത് അല്ലേ? തീർച്ചയായിട്ടും അച്ഛനെ വളരെ നമസ്കാരം. അച്ഛനോട് കലാകാരന്മാരെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം നൽകുന്ന ഒരു സമീപനം അച്ഛൻ്റെ അടുത്തുനിന്ന് ഉണ്ട്. അച്ഛനുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പ്രതിഭജന സങ്കീർത്തനങ്ങൾ അച്ഛനാണ് എന്നെ കൊണ്ട് ട്യൂൺ ചെയ്യിച്ച് പാടിക്കുന്നത്. എനിക്കത് മറക്കാൻ പറ്റത്തില്ല. അച്ഛൻ അന്ന് എന്നോട് ട്യൂൺ ചെയ്യാൻ പറഞ്ഞായിരുന്നു ഒരു പാട്ട്. അച്ഛൻ പറഞ്ഞ ചേട്ടാ പൂവാള രാഗത്തില് ഒരു പാട്ട്, ഒരു പരിശുദ്ധാത്മാവിന്റെ പാട്ട് ഒന്ന് ട്യൂൺ ചെയ്യണം. സത്യത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുക എന്നൊക്കെ പറയുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കിക്കുക. നമ്മൾ അനുഭവിക്കുന്ന സന്തോഷമേ. ഞാൻ ആരെ എന്താണെന്നുള്ളത് പോലും അച്ഛൻ അറിഞ്ഞുകൊണ്ട്. സത്യത്തിൽ ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. എന്നിട്ടും അച്ഛൻ എന്നോട് അത് ചേട്ടൻ പാട്, ഇത് ട്യൂൺ ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് വളരെ സന്തോഷം. അച്ഛനെ ഞാൻ എന്നും നന്ദിയോടെയാണ് അച്ഛനെ ഞാൻ കാണുന്നത്. ചേട്ടൻ പാട്ടുകൾ കമ്പോസ് ചെയ്തിട്ടുണ്ടോ? വേറെ ഒരു CL ജോസിന്റെ ജ്വലനം നാടകം NSS കരുവാറ്റ NSS ഹോളിൽ നടത്തിയായിരുന്നു. അന്ന് അവിടെ പാട്ട് എഴുതിയത് പുതുശ്ശേരി എന്ന് പറയുന്ന അവിടെ അടുത്ത് തന്നെ ഉള്ള പുതുശ്ശേരി തൊട്ട് വീട്ടുപേര്. അത് ആ പാട്ട് ഞാൻ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് പാട്ട് ട്യൂൺ നാടകത്തിലുണ്ടായിരുന്നു. രണ്ടും ട്യൂൺ ചെയ്തായിരുന്നു. ശരി. പള്ളിയില് അന്ന് തോമസ് ചേട്ടൻ ആ പാടിയ ഓർമ്മയ്ക്ക് സ്നേഹസ്വരൂപ എന്നൊരു ക്രിസ്ത്യ ഭക്തിഗാനം തോമസ് ചേട്ടൻ ഇപ്പോൾ നമുക്ക് വേണ്ടി പാടാമല്ലോ അല്ലേ തോമസ് ചേട്ടൻ? പാടാം. ഓക്കെ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. പരിമളമിയല ജീവിത മലരിൽ അനുഗ്രഹവർഷം ചൊരിയേണമേ ചൊരിയേണമേ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. മലിനമായ ഈ മൺകുടമങ്ങേ തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ ദാദാ കൃപയേകിടൂ കൃപയേകിടൂ. ഹൃത്തിൻ
മാലിന്യം നീക്കിടുകിൽ. സ്നേഹസ്വരൂപ തവ ദർശനം ഈ ദാസരിൽ ഏകിടൂ. തോമസേട്ടന്റെ കുട്ടിക്കാലമൊക്കെ എങ്ങനെയായിരുന്നു? കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചൻ രാവിലെ ഞങ്ങളെ ഇരുത്തി പാടിപ്പിക്കും വെളുപ്പിനെ. അതുപോലെ സ്കൂളിൽ എന്ത് പരിപാടി നടന്നാലും പാടിക്കുമായിരുന്നു. മത്സരങ്ങൾ എല്ലാത്തിനും പോയിട്ടുണ്ട്. ഈ ഹാർമോണിയമൊക്കെ ആരെ പഠിപ്പിച്ചത്? ഹാർമോണിയം അപ്പച്ചനെ പഠിപ്പിച്ച ആദ്യം. അപ്പച്ചൻ ഹാർമോണിയം പഠിപ്പിക്കുക. അപ്പച്ചന് വീട്ടിൽ ഹാർമോണിയം ഉണ്ടായിരുന്നു. ഹാർമോണിയം തബലയും മൃദംഗവും ഉണ്ടായിരുന്നു. കഷ്ടപ്പാടാണെങ്കിലും സംഗീത സാന്ദ്രമായിരുന്നു. തീർച്ചയായിട്ടും വളരെ ആസ്വദിച്ച് വളർന്നൊരു കുട്ടിക്കാലമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പഠിത്തമെല്ലാം വന്നു കഴിഞ്ഞാൽ അന്ന് ഒരു പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് പാട്ടാണ്. അത് രാത്രി ഒരു 9:30-10 മണി വരെ ഇരുന്നങ്ങ് പാടും. പാട്ടും ഇപ്പൊ എല്ലാവരും കേൾക്കാനും ഒക്കെ വരും. അന്ന് ഇതുപോലെ TV മറ്റ് ഒന്നും ഇല്ലാത്തതല്ല. അയൽവാസികളൊക്കെ എല്ലാവരും വരും, കേൾക്കാൻ വരും. പ്രേക്ഷകർക്കായി തോമസേട്ടന്റെ പഴയ ഓർമ്മകളിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു ഗാനം അല്ലേ? സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രി ഞാൻ പോയിരുന്നു. കാഞ്ചന കസവിട്ട പൂഞ്ചോലയുടുത്തവൾ നെഞ്ചയിൽ അമ്പുമായി വന്നിരുന്നു. സ്വയംവരം കഥകളി കാണുവാൻ തോമസേട്ടന്റെ സംഗീത യാത്രയിലെ ഗുരുക്കന്മാരൊക്കെ ഒരുപാട് കാണുമല്ലോ, അവരെ കുറിച്ചൊന്ന് ഓർമ്മിക്കാമോ? അത് പ്രധാനമായിട്ട് പറയേണ്ട അപ്പച്ചനാണ് ഹാർമോണിയം വായിക്കാൻ പഠിപ്പിച്ചതും പാട്ട് പാടാനൊക്കെ കൊച്ചുപ്രായത്തിൽ മുതൽ പഠിപ്പിച്ചത്. പിന്നീട് നമ്മൾ മുതിർന്നു കഴിഞ്ഞ് നമ്മൾ ഓരോ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ കണ്ടുമുട്ടുന്ന നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു തരുമ്പോൾ അവിടെ ഗുരുക്കന്മാർ തന്നെയാണ്. നമ്മുടെ ഗുരുവിടുത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ ആശാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് ഹാർമോണിയത്തിൽ എല്ലാം പറഞ്ഞ് രാഗങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു. തോമസേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നമുക്ക് പ്രേക്ഷകർക്കായിട്ട് ആലപിക്കാം. ഏത് ഗാനമാണ് ഇപ്പോൾ? പാടാം. എല്ലാ പാട്ടുകളും പഴയത് ഇഷ്ടമെങ്കിലും നമുക്കിപ്പോൾ ഒരു പാട്ട് പാടാം. ഇന്നലെ നീയൊരു സുന്ദരരാഗമായ പൊന്നോട കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമകരാങ്കുലി ചുംബന ലഹരിയിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. ശരി, നമുക്ക് നന്നായിട്ടുണ്ട്. തോമസേട്ടന്റെ കുടുംബത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. ആരൊക്കെയാണ്? ഭാര്യ, 2 മക്കള്. അവർ 2 വിവാഹിതരാണ്. ഒരാണും ഒരു പെണ്ണും. മോൻ എന്ത് ചെയ്യുന്നു? മോൻ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. അവൻ ജോലി സംബന്ധമായിട്ടുള്ള ആവശ്യമുള്ളതുകൊണ്ട് അവൻ തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത്. അവനും ഭാര്യയും കലാകാരനല്ലേ? കലാകാരനാണ്. പാട്ടൊക്കെ പാടും. നന്നായിട്ട് പാടുന്നതാണ് മോൻ. മോള് അതിരമ്പുഴയിലാണ്. കോട്ടയം. വിവാഹം കഴിഞ്ഞ് മോൾക്കും 2 കുട്ടികളുണ്ട്. അവരും സുഖമായിട്ടിരിക്കുന്നു. മകനും സുഖമായിട്ടിരിക്കുന്നു. മോളും കലാകാരിയാണോ? മോള് ചെറുപ്പത്തിലെ ഡാൻസൊക്കെ പഠിച്ച് ഡാൻസൊക്കെ കളിക്കുമായിരുന്നു. വൈഫിന് തോമസേട്ടന്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? വീട്ടുകാർക്ക് നമ്മളെ പ്രോത്സാഹിപ്പിക്കും. നമ്മൾ പാടുമ്പോൾ നമ്മൾ ഹാർമോണിയം വായിക്കുകയൊക്കെ ചെയ്യുന്ന പുള്ളിക്ക് ഇഷ്ടമാണ്. പുള്ളി അതിനോടൊത്ത് നമ്മളെ സഹകരിക്കും. അതിന് ഞാൻ പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ആ കാര്യത്തിൽ ഒരിക്കലും എന്നെ അതിനുവേണ്ടി നല്ല സപ്പോർട്ടാണ്. ചേട്ടൻ പാടണം, ചേട്ടൻ ഹാർമോണിയം വായിക്കാൻ പോകണം, അതിന് പോകണമെന്ന് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. തോമസേട്ടന് ഇടയ്ക്ക് ഒരു തട്ടുകടയൊക്കെ തുടങ്ങിയതാണെന്ന് എനിക്കറിയാം. ഒരു തട്ടുകട. അത് നമ്മുടെ വീടിനെ സാറത് പറഞ്ഞപ്പോഴേ ഇവിടെ കുടുംബ വീട്ടിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. കുടുംബ വീടിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് ഇപ്പം വീട്ടുകാരുടെ കൂടെ ഞാനിവിടെ നിൽക്കാൻ സമയം കിട്ടുന്നില്ല. ഇപ്പൊ വീട്ടുകാർ ഒറ്റയ്ക്കാണ് അത് നടത്തുന്നത്. ഇച്ചിരി പൊരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. പുള്ളിക്കാർ തന്നെ എല്ലാം ചെയ്യുന്നത്. എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരും. 2-2:30 ആകുമ്പോൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ഒരു വൈകുന്നേരം 6-6:30 ആകുമ്പോൾ അടയ്ക്കും. അതിപ്പോഴുണ്ടോ? ഇപ്പോഴും ഉണ്ട്. ശരി.
വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതമാണ് ഇപ്പോഴും തോമസ് ചേട്ടൻ്റെ. വളരെ അധ്വാനമാണ്, ഒരു സമയം വെറുതെ ഇരിക്കില്ല. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് സംഗീതത്തിന് വേണ്ടി ചെലവഴിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത്. ഏതായാലും കുറച്ചേറെ നല്ല ഗാനങ്ങൾ നമുക്ക് വേണ്ടി ഹാർമോണിയത്തിലൊക്കെ വായിച്ച് ആലപിച്ച് തന്ന് ഞങ്ങളെ സന്തോഷിപ്പിച്ച തോമസ് ചേട്ടന് പത്മരാഗത്തിൻ്റെ ഈ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം വരെ എനിക്ക് വേണ്ടി ചെലവഴിച്ച ചന്ദ്രദാസ് സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാനിതുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ നിന്ന ആളാണ്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് സാറാണ്. ഇനി പ്രത്യേകം എനിക്ക് നന്ദിയുണ്ട്, സാറിനോട് കടപ്പാടുണ്ട്. കാര്യം സാറിനോട് പ്രത്യേകിച്ച് എന്നെ മാത്രമല്ല സാറ് ഇത് കൊണ്ടുവരുന്നത്. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുന്നു, ഈ നാട്ടിലുള്ള സകല കലാകാരന്മാരെയും സാർ ഇതുപോലെ എല്ലാവരെയും രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ആദ്യം എല്ലാവരും ഇതിൽ നിന്ന് പിന്മാറി നിൽക്കുന്നവരെയൊക്കെ സാറ് പ്രോത്സാഹിപ്പിച്ച് സാർ അവരെ കൊണ്ടുവരുന്നുണ്ട്. അതിന് സാറിനോട് നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി. കൂടുതൽ പരിപാടികളൊക്കെ തോമസ് ചേട്ടനെ തുടർന്നും ലഭിക്കട്ടെ. ജീവിതം കൂടുതൽ സന്തോഷപ്രദമായി പോകട്ടെ. പത്മരാഗം മ്യൂസിക്കിൻ്റെ എല്ലാ എപ്പിസോഡും ഞാൻ കാണാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ കലാകാരന്മാർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകി സാറിങ്ങനെ ഒരു സംരംഭത്തിന് ഒരുങ്ങിയില്ലെന്ന് വരികയിൽ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ എങ്ങനെ ഓഡിയൻസിൻ്റെ അറിയാൻ പറ്റുന്നത്. സാറാണ് അതിനുള്ള വേദി ഒരുക്കി ഞങ്ങളെല്ലാവരെയും. അതിന് പ്രത്യേകം സാറിന് നന്ദി അറിയിച്ചു കൊള്ളുന്നു. പത്മരാഗത്തിൽ ഇനിയും കൂടുതൽ അതിഥികൾ വരാനുണ്ട്. അപ്പോൾ എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് പത്മരാഗം പേജിനെ നിങ്ങളെല്ലാവരും പ്രൊമോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ അതിഥികളുടെ വിശേഷങ്ങളും മറ്റ് കലാപരിപാടികൾക്കുമായി തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും കാണാം.